ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മുടെ LDC, LGS, VFA പോലെയുള്ള എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് ജൂൺ തൊട്ടാണ് ആരംഭിക്കുക. ഈ പറയുന്ന എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ തുടങ്ങി കാണും. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് SCRT, കറണ്ട് അഫയേഴ്സ്, PYQs, മോക്ക് ടെസ്റ്റ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു SCRT പാഠഭാഗം കിട്ടിയാൽ എങ്ങനെ വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചെടുക്കാം. ഓക്കെ, അത് ഞാനൊരു ക്ലാസ്സിലൂടെയാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും വേണ്ടത് മാത്രം പഠിച്ച് വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാഗ് ലൈൻ. ഓക്കെ, സോ സിലബസ് വൈസിൽ വേണ്ട ചാപ്റ്റേഴ്സിന്റെ മാത്രം പഠിച്ചാൽ മതി, ഒന്നാമത്തെ കാര്യം. ഇനി നമ്മൾ ഈ പാഠഭാഗം ഓരോന്നും പഠിക്കുന്നതോടൊപ്പം അതിന്റെ സർഫസ് ലെവൽ ആൻഡ് ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം പോരാ. അപ്പോൾ എങ്ങനെ ബാക്കിയുള്ള പോർഷൻസ് എങ്ങനെ കണക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാം എന്നുള്ളത് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെയാണ് പറയുന്നത്, ഒരു പോർഷൻ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, ഇത് ബെനിഫിഷ്യൽ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഞാൻ 5 തൊട്ട് 10 വരെയുള്ള സോഷ്യൽ സയൻസും ബേസിക് സയൻസും കംപ്ലീറ്റ് ഈ പറയുന്നുണ്ട് ക്ലാസ്. കേവലം ടെക്സ്റ്റിലത്തെ പോയിന്റ്സ് മാത്രമല്ല, വേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകും. ഇനി അങ്ങോട്ടുള്ള പാഠഭാഗങ്ങൾ നമുക്ക് പാഠഭാഗങ്ങളിൽ അധികം കാണാൻ സാധിക്കില്ല, പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറേയധികം കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒപ്പം നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകളും ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ, അൺടിൽ ദ എക്സാം വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നെയിം ടൈപ്പ് ചെയ്താൽ മതി. ടെലിഗ്രാമിൽ നിങ്ങൾക്ക് വിസിബിൾ ആകും. ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം വരെ കിട്ടുകയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങളും സെറ്റ് ആക്കാം. ഇത് കംപ്ലീറ്റ് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന LDC, LGS, VFA ഒക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് കടൽ എന്താണ്, ഉൾക്കടൽ എന്താണ്, കടലിടുക്ക് എന്താണ്. ഇതൊക്കെ സിമ്പിൾ അല്ലെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ വൈസ് ഇതെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇനി എന്താണ് ആദ്യം കടൽ? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. ഉദാഹരണം അറബിക്കടൽ. അപ്പൊ ഭാഗികമായിട്ട് മാത്രമേ എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ, ഇത് എന്താണ്, കരയാൽ ചുറ്റപ്പെടുന്നുള്ളൂ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് അറബിക്കടല്. അറബിക്കടലിന്റെ അങ്ങോട്ടുള്ള പോർഷൻ നമ്മളിപ്പോൾ മാപ്പ്, ഇവിടെ താഴെ ഒരു മാപ്പ് ഉണ്ടല്ലോ, അതെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ അറബിക്കടൽ എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ ഭാഗികമാണിത് അല്ലെ, ഈ ഒരു ഭാഗങ്ങൾ മാത്രമാണ് ഇതിന് എന്താ ഈ പറയുന്ന രീതിയിൽ ലാൻഡ് പോർഷൻസ് വരുന്നുള്ളൂ, ബാക്കി അങ്ങോട്ടില്ല. അപ്പോൾ ഇതാണ് കടൽ, അത് നമുക്കറിയാവുന്ന ഡെഫിനേഷൻ ആണ് അല്ലെ. എന്താണ് ഉൾക്കടൽ അഥവാ ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ഫണ്ടി, ഇതൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ. അതായത് കരയുടെ ഉള്ളിലോട്ട് കയറി കിടക്കുന്നത്. ഉദാഹരണം അതെ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടൽ, ഇത് കരയുടെ ഉള്ളിലോട്ട് കയറി കിടക്കുകയാണ്. അതാണ് എന്ത് ഈ പറയുന്ന രീതിയിൽ ഉൾക്കടൽ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം കൂടി ഉണ്ട്, ഗൾഫ്, കടലിടുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഗൾഫ് എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം 3 വശത്താലും എന്താണ് കരഭാഗമാണെങ്കിലാണ് നമ്മൾ ഗൾഫ് എന്ന് പറയാം. അതെ ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗുജറാത്തിന്റെ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതെ ഇവിടെ ഇത് ഗൾഫ് ഓഫ് കച്ചാണ്. ഓക്കെ, ഈ പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ളൊരു ഏരിയ ഉണ്ട്, ഇതാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. ഓക്കെ, ഇതെന്താണ് 3 സൈഡ്സ് എന്താണ് ലാൻഡ് ഏരിയ ആണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാം, കരയുടെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന പോർഷൻ ആണത്. ഓക്കെ, അതാണ് ഗൾഫ്. ഇനി എന്താണ് കടലിടുക്ക്? 2 കടലുകളെയോ അല്ലെങ്കിൽ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. അപ്പോൾ ഈ പറയുന്ന കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് എന്ന് നമ്മളിവിടെ എക്സാമ്പിൾ പറയുന്ന ഒരു സ്ട്രെയിറ്റിനെ കുറിച്ചിട്ടാണ്, പാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ കടലിടുക്ക് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി വീതി കുറഞ്ഞ ഒരു സമുദ്രഭാഗമാണ്. ഓക്കെ, വീതി കുറഞ്ഞൊരു സമുദ്രഭാഗമാണ്. അത് കണക്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ 2 കരകളെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതാണ് 2 കരഭാഗം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, 2 സമുദ്രഭാഗങ്ങളെ ആയിരിക്കും ഇതിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് എന്ത് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള് ഇവിടെ തന്നിട്ടുള്ള പാർക്ക് സ്ട്രെയിറ്റ്, ഇതാണ് പാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന കര പോർഷൻസ്, ലാൻഡ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെയും അതുപോലെ തന്നെ ശ്രീലങ്കയെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ്, ഒരു ചെറിയൊരു സമുദ്രഭാഗമാണ് പാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പാർക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബേ ഓഫ് ബംഗാൾ അല്ലേ ഉള്ളത്, ബേ ഓഫ് ബംഗാളിനെയും അതുപോലെ തന്നെ ഇവിടെ ഗൾഫ് ഓഫ് മാന്നാർ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ഗൾഫ് എന്താണെന്ന് പറഞ്ഞില്ലേ, കരയുടെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു പോർഷൻ, ഇവിടെ ഒരു ചെറിയൊരു ഗൾഫ് ഓഫ് മാന്നാർ ഉണ്ട്, അതിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ്.
അപ്പോൾ പാക് സ്ട്രെയിറ്റ് ഏതൊക്കെ കരകളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഇനി ഏതൊക്കെ സമുദ്രഭാഗങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളിനെയും ഗൾഫ് ഓഫ് മാന്നാറിനെയുമാണ്. ഇത് ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓരോ സമുദ്രങ്ങളെ കുറിച്ചിട്ടാണ്. സമുദ്രങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുൻപ് ഇവിടെ INSV തരണിയിൽ പോയിന്റ് നിയമം മറികടന്ന ഇന്ത്യൻ വനിതകൾ എന്നുള്ളൊരു കറണ്ട് അഫയർ ഫാക്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായി സമുദ്രമാർഗം ലോക പര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ മറികടന്നു. അപ്പോൾ നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ലോക പര്യടനം നടത്തിയത്. ഈ ലഫ്റ്റനന്റ് കമാൻഡർമാരില് ദിൽന കെ അവര് ആക്ച്വലി കോഴിക്കോട് സ്വദേശിയാണ്, ഇപ്പൊ കേരളത്തിൽ അഭിമാനിക്കാം അല്ലെ. പിന്നെ രൂപ എ അവര് പുതുച്ചേരിയിൽ നിന്നുള്ളവരാണ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, ചിലപ്പോൾ ചോദിക്കാം ഇതിൽ ആരാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പോയിന്റ് നെമോ മറികടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ പോയിന്റ് നെമോന്റെ പ്രത്യേകത എന്നുള്ളതാണ് അടുത്തിൽ കൊടുത്തിട്ടുള്ളത്. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രത്തിന്റെ ഒരു പോർഷനാണിത്. ഈ കേന്ദ്രത്തിൽ നിന്നും അടുത്തൊരു കരയിലോട്ട് എത്താൻ 2000 കിലോമീറ്ററിൽ അധികം സഞ്ചരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആ പോയിന്റ് നെമോന്റെ റെലവൻസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് പോയിന്റ് നെമോ ഏത് സമുദ്രത്തിലാണ് എന്നുള്ളതാണ്. ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇത് ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പസഫിക് സമുദ്രത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. എന്താണ്? ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രഭാഗമാണ് പസഫിക്. ഏറ്റവും വലുതാണ്, ഏറ്റവും ആഴമേറിയതുമാണ്. ഓക്കെ, ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗത്തോളം ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. ഇപ്പൊ 1/3 പോർഷനും എന്താണ്, നമ്മുടെ എർത്തിന്റെ സർഫസിന്റെ 1/3 പോർഷനും പസഫിക് ഓഷ്യൻ തന്നെയാണ്. അഥവാ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, ശാന്തസമുദ്രം. ഈ പേരിലും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ബാക്കി എന്താ ഇവിടെ പറഞ്ഞിട്ടില്ലേ നോക്കാം. ലോകസഞ്ചാരിയായ ഫെർഡിനൻഡ് മെഗലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്നാണ് വിളിച്ചത്. മാർ പസഫിക്കോന്റെ അർത്ഥം എന്താ? ശാന്തം. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ പേര് നൽകിയത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, പസഫിക് സമുദ്രം എന്ന പേര് നൽകിയത് ഈ പറഞ്ഞ പോലെ ഫെർഡിനാൻഡ് മെഗല്ലൻ ആണെങ്കിലും അത് കണ്ടെത്തിയത്, ശാന്തസമുദ്രം കണ്ടെത്തിയത് അദ്ദേഹമല്ല, വാസ്കോ ന്യൂനസ് ബെൽബോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ബെൽബോവ എന്ന് പറയുന്ന ആണെന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് അഡീഷണൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ ഷേപ്പ് ഓഫ് പസഫിക് ഓഷ്യൻ? പസഫിക് ഓഷ്യന്റെ ഷേപ്പ് എന്താണ്? ഇപ്പൊ ഇവിടെ ഇത്രയും ഭാഗങ്ങളാണല്ലോ കാണുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പ് ഇങ്ങനെയാണ്. ഒരു ത്രികോണാകൃതിയിലുള്ള സമുദ്രമാണ് എന്ത്? പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ആഴമേറിയതാണ്, വലുതാണ്. അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ ദ്വീപുകൾ, ഐലൻഡ്സ് കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? പസഫിക് സമുദ്രത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഏറ്റവും വലുത് പാപ്പുവ ന്യൂ ഗിനിയ. പാപ്പുവ ന്യൂ ഗിനിയ. അപ്പോൾ അത് ഏകദേശം ഈ ഒരു ഓസ്ട്രേലിയയുടെ ഒക്കെ മുകളിലായിട്ട് വരും കേട്ടോ. അത് ഈ ഒരു പോർഷനിലെങ്ങാണ്ടാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദ്വീപുകൾ ഏതൊക്കെയാണ് പസഫിക് ഓഷ്യനിലുള്ളത്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയൊക്കെയാണ് പസഫിക് സമുദ്രത്തിലെ മറ്റു ചില പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചലഞ്ചർ ഡീപ്പാണ്. ഓക്കെ, അത് മരിയാന ട്രെഞ്ചിലാണ്. ആ മരിയാന ട്രെഞ്ച് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനിലാണ് ഉള്ളത്. പസഫിക് ഓഷ്യന് ഇനിയും വേറെ കുറേയധികം പ്രത്യേകതകളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രവും എന്ത് തന്നെയാണ്? പസഫിക് ഓഷ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ പസഫിക് ഓഷ്യനിലാണ്. ഈ പറയുന്ന റിംഗ് ഓഫ് ഫയർ ഈ ഏരിയാസിലൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ഏറ്റവും എപ്പോഴും ഇങ്ങനെ ഈ ഒരു സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നത്, അഗ്നിപർവ്വത സ്ഫോടനം, വോൾക്കാനിക് എറപ്ഷൻസ് ഒക്കെ നടക്കുന്നത്. റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്ന സമുദ്രം ഏതാന്നൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടതാണത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവിടെയാണ് എപ്പോഴും ഈ പറയുന്ന എൽ നിനോ ലാനിന പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എന്താണ് നമ്മൾ പറയാറില്ലേ, വളരെയധികം ചൂട് കൂടുന്നു, അതുപോലെ തന്നെ വളരെ തണുപ്പാണെങ്കിൽ വളരെ തണുപ്പ് വരുന്ന രീതിയിലുള്ളത്, അതാണ് ലാനിന. മറ്റേത് എൽ നിനോ ചൂട് കൂടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ പറയുന്ന പ്രതിഭാസങ്ങളൊക്കെ നമ്മളെയും ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രതിഭാസങ്ങൾ നടക്കുന്നതും കൂടുതൽ എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പസഫിക് ഓഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളെങ്കിലും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടൈറ്റാനിക് കപ്പലിന്റെ കാര്യമാണ് ആദ്യം ഓർമ്മ വരിക അല്ലെ? ടൈറ്റാനിക് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഈ പറയുന്ന ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണിത്. ഓക്കെ, ദേ കണ്ടോ, ഇങ്ങനെയാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇവിടെ യൂറോപ്പ് ഉണ്ട്, ഇവിടെ നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്. ഈ നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഈ ഭാഗമാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം ഏഷ്യയുടെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ നിന്നുള്ള ഏഷ്യയുടെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പുറം വരുന്നത്. അതാണ് പസഫിക് ഓഷ്യൻ. ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇവിടെയാണ് ടൈറ്റാനിക് കപ്പലൊക്കെ മറിഞ്ഞത്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ച് ആലോചിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്തായിരിക്കും? ബെർമുഡ ട്രയാങ്കിൾ അല്ലെ? ഏത് ഏരിയയിലാണ് ബെർമുഡ ട്രയാങ്കിൾ? അത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ബെർമുഡ ട്രയാങ്കിൾ വരുന്നത്. അതായത് മോസ്റ്റ്ലി ഇവിടെയാണ് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഷിപ്സ് ഒക്കെ അല്ലെ, കപ്പലുകൾ കാണാതാകപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ് വളരെയധികം നിഗൂഢതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയാനുള്ളത് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന പോലെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആക്ച്വലി എന്താണ്, അതാണ് മിത്സ് സറൗണ്ടഡ് ബൈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടെ കൂടുതലും ഈ പറയുന്ന രീതിയിൽ ഷിപ്പിന്റെയൊക്കെ ആക്സിഡൻസ്, മോസ്റ്റ്ലി ആക്സിഡൻസ് നടക്കുന്ന സ്ഥലമാണ്. ഈ പറയുന്ന രീതിയിൽ വളരെയധികം ശക്തമായ കാറ്റും അതുപോലെ തന്നെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള കറൻസും, ഗൾഫ് സ്ട്രീം പോലെയുള്ള ഓഷ്യാനിക് കറൻസും ഒക്കെ കാരണം, പ്രവാഹങ്ങൾ, ജലപ്രവാഹങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കാരണം ആണ് കൂടുതലും എന്താണ് ഈ ആക്സിഡൻസ് ഒക്കെ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അല്ലാതെ അവിടെ അതിന്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഇവിടെ മോസ്റ്റ്ലി ഈ പറയുന്ന ട്രേഡിലാണെങ്കിലും മറ്റുള്ളതിനൊക്കെ ആണെങ്കിലും ഇവിടെ വളരെയധികം തിരക്കാണ്. ഷിപ്പിന്റെയും മറ്റിൻ്റെയൊക്കെ ഈ പറയുന്ന രീതിയിൽ വളരെയധികം വരുത്തുപോക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യന്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റൻ അന്തർവാഹിനി തകർന്നടിഞ്ഞു എന്നുള്ളത്. ഇത് ലേറ്റസ്റ്റ് നടന്നൊരു സംഭവമാണ്. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാനാണ് ഈ പറയുന്ന ടൈറ്റൻ എന്ന് പറയുന്ന സബ്മറൈനിൽ എന്താ കുറച്ച് പേരൊക്കെ കൂടെ പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവര് അതിനുള്ള സെറ്റപ്പ് ഒക്കെ അത്രയും ഡീപ്പസ്റ്റ് പോർഷനിൽ പോയാലേ ഈ പറയുന്ന കപ്പലിന്റെ പോർഷനൊക്കെ കാണുള്ളൂ അല്ലെ. അപ്പോ ഈ ഒരു ഓഷ്യന്റെ താഴെ പോയാൽ അതിനെയൊക്കെ അവിടുത്തെ അന്തരീക്ഷ സ്ഥിതികളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള തരത്തിലാണ് അവർ ആ സബ്മറൈൻ ബിൽഡ് ചെയ്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു? അത് അതിൽ പോയവരും മരിച്ചുപോയി, ആ സബ്മറൈൻ അടക്കം ഇല്ലാതായി അല്ലെ, പൊട്ടിത്തെറിച്ച് പോവുക, അങ്ങനെ എന്തോ ആണ് ചെയ്തത്. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം ഓഷ്യന്റെ ഡെപ്തിലോട്ടൊക്കെ പോകും തോറും പ്രഷർ എന്ന് പറയുന്നത് വളരെയധികം കൂടും അല്ലെ. പ്രഷർ വളരെയധികം ഇൻക്രീസ് ചെയ്യും. നമ്മൾക്ക് എന്താണ് അത്രയും താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം പോലും തുളച്ച് കയറുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിക്കാം. അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ട്. അവർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും. പിന്നെ ഒരു ഇത് എത്തിയപ്പോൾ കണക്ഷൻ തന്നെ പോയി അല്ലെ, ഭൂമിയിലെ ഇതുമായിട്ടുള്ള കണക്ഷൻ പോയപ്പോഴാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവാന്ന് അറിയുകയും പിന്നീട് എന്താണ് അവർ മരണപ്പെട്ടു എന്നുള്ളതൊക്കെ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണിത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. എന്താണ്, സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പർവ്വതനിരയാണ് എന്ത്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിരയായ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഏത് ഓഷ്യനിലാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഇതൊക്കെ ചോദ്യമായി വരും കേട്ടോ. LDC, LGS, VFA ഇനി അപ്കമിങ് ഏത് എക്സാംസിനും ഈ പറയുന്ന SCERT ഫാക്ട്സ് ചോദിക്കാൻ. കാരണം ലേറ്റസ്റ്റ് ഡിഗ്രിക്ക് പോലും അവർ 5ാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഈ പഠിപ്പിക്കുന്നതിൽ നിന്നും ഇത് മാത്രമല്ല, ഞാൻ ഇതിന്റെ എക്സ്ട്രാസും കൂടെ പറയും. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പ്യൂട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് ആണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇതാണ് സമുദ്രത്തിലെ ഏറ്റവും, ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് ഇത്, മിൽവോക്കി ഡീപ്പ് എന്ന് പറയുന്നത്. പ്യൂട്ടോ റിക്കോ ട്രെഞ്ചിലാണത്. ഓക്കെ, മിൽവോക്കി ഡീപ്പ്, പ്യൂട്ടോ റിക്കോ ട്രെഞ്ച്, ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പിന്നെ ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. അപ്പോൾ ദ്വീപ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ദ്വീപുകൾ ഏതൊക്കെയാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലെ? ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര ജലപാതയാണ് നോർത്ത് അറ്റ്ലാന്റിക് പാത സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് സമുദ്രം. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ഇവിടെ ഉണ്ട് എന്നുള്ളത്, അത് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പോലും പതിക്കുന്നത് ഇതിലാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്.
ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ അതിരുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പുറത്തെ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഇവിടെ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, പിന്നെ ഇവിടെ നമുക്ക് താഴേക്ക് ചെല്ലും തോറും ഇവിടെ ഒരു സദേൺ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ഓഷ്യൻ ഉണ്ട്. അതുമായിട്ടും കണക്ഷൻ വരുന്നുണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യൻ. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇന്ത്യൻ ഓഷ്യൻ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണത്, അല്ലെ? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രമാണത്, എന്ത്? ഇന്ത്യൻ ഓഷ്യൻ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും അതിന്റെ ഒരു ഷേപ്പ് എം ആണ്, ഒരു എം ഷേപ്പിലല്ലേ ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഈ ഫാക്ട് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എം ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. അതുപോലെ തന്നെ പസഫിക് ഓഷ്യന്റെയും ഷേപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എക്സ്ട്രാ ഫാക്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാണത്. അപ്പൊ എം ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ എന്താണ്, നമ്മൾ ഓഷ്യാനിക് കറൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ. നമ്മൾ ഈ പറയുന്ന ഓരോ ഓഷ്യനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണത്. ഈ ഏരിയാസ് ഒക്കെ നമുക്ക് നല്ല രസത്തിൽ ക്ലാസ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ, ഇവിടെ ഇന്ത്യൻ സമുദ്രത്തിൽ മെയിൻലി വാം കറൻസ് ആണ് കൂടുതലുള്ളത്. വാം ഓഷ്യൻ കറൻസ് ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് കറൻസ് അങ്ങനെ കാണാൻ സാധിക്കില്ല അധികം. ഓക്കെ, ഇന്ത്യൻ ഓഷ്യൻ്റെ ഏരിയയിൽ. കാരണം വേറൊന്നുമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആർട്ടിക്കോ ആയിട്ടുള്ള അധികം കണക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു റീസൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ മെയിൻലി ഇതാണ് ഇവിടെ കാണപ്പെടുന്ന ജലപ്രവാഹങ്ങൾ. ഇപ്പം എന്താണ് ജലപ്രവാഹം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ജസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. മൊസാംബിക്കും അതുപോലെ തന്നെ അഗുൽഹാസ് എന്ന് പറയുന്ന 2 സമുദ്ര ജലപ്രവാഹങ്ങൾ ഇന്ത്യൻ ഓഷ്യനിൽ ഉള്ളവയാണ്. ഓക്കെ, ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. നമുക്കറിയാം ഈ പോർഷനിലാണ് അറേബ്യൻ സീ, ഈ പോർഷനിലാണ് ബേ ഓഫ് ബംഗാൾ, ഇവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം, അല്ലെ? ഇനി ഈ സമുദ്രത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് ജാവ ട്രഞ്ച്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലദ്വീപ്, ശ്രീലങ്ക മുതലായ ദ്വീപുകളും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഡീപ്പസ്റ്റ് പോയിന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജാവ ട്രഞ്ച് ആണ്. ഓക്കെ, ഇനി ഇവിടെയുള്ള ഐലൻഡ്സ് നമുക്കറിയാവുന്ന ഐലൻഡ്സ് ആണ്, സ്പെഷ്യലി പറയേണ്ട. പിന്നെ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്ന ഒരു കടലിടുക്കിനെ, ഒരു സ്ട്രേറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് സ്ട്രേറ്റ് എന്ന് മുൻപ് പറഞ്ഞു, അല്ലെ? ഒന്നില്ലെങ്കിൽ 2 കരഭാഗങ്ങളെ അല്ലെങ്കിൽ നമുക്ക് 2 സമുദ്രഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക് അഥവാ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഓക്കെ, ഏതാണ് മലാക്ക സ്ട്രേറ്റ്? അപ്പൊ ഈ പോർഷനിൽ ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്, എന്നാലും ഒന്ന് ജസ്റ്റ് പറയാം. ഇവിടെയാണ് ഈ മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷനാണ്. ഇതാണ് മലാക്ക സ്ട്രേറ്റ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനെയും, ഇവിടെ ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ ആണ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, അപ്പോൾ ഇതിനെയും അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ ഭാഗം എന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ ആണ്, അല്ലെ? ഈ പസഫിക് ഓഷ്യനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആൻഡമാൻ സീ ഉണ്ട്. ആൻഡമാൻ സീനെയും അതുപോലെ തന്നെ ഇവിടെ ഒരു സൗത്ത് ചൈന സീ ഉണ്ട്. ഈ സൗത്ത് ചൈന സീനെയും തമ്മിൽ കണക്ട് ചെയ്യണം, അങ്ങനെയും പറയാം. മലാക്ക സ്ട്രേറ്റ് കണക്ട് ചെയ്യുന്നത് എന്തിനാണ്, ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ഇതാക്കണം. അതിൽ കൂടുതൽ കരഭാഗം ഏതൊക്കെ കരഭാഗത്തെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാം, എന്നാലും ചോദിക്കാതെയും ഇരിക്കാം. കാരണം മലേഷ്യയുടെ ഒരു ഭാഗവും അതുപോലെ തന്നെ എന്താ പറയാ, ഇന്തോനേഷ്യയുടെ ഒരു, അതായത് തായ്ലൻഡിന്റെ ഒരു എക്സ്ട്രീം സൗത്ത് ഇന്തോനേഷ്യന്റെ ഒരു ഭാഗം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാൻഡ് ഏരിയാസിന്റെ കണക്ഷൻ അത് അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഏതൊക്കെ സമുദ്രങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. ഇന്ത്യൻ സമുദ്രം, പസഫിക് ഓഷ്യൻ, അല്ലെങ്കിൽ ആൻഡമാൻ സീ ആൻഡ് സൗത്ത് ചൈന സീ. ഇത്രയും കാര്യങ്ങളൊന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് ദക്ഷിണ സമുദ്രം, അതായത് സദേൺ ഓഷ്യൻ എന്ന് പറയുന്നതാണ്. സദേൺ ഓഷ്യൻ ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയുള്ളതാണ്, ഈ സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് തന്നിട്ടുള്ളത് കൊണ്ടൊന്ന് നോക്കണം. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായി ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ ദക്ഷിണ സമുദ്രം വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് ഏകദേശം 60 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം വരെ കിടക്കുന്നതാണ്. ഏകദേശം ഇങ്ങനെയാണ് കിടക്കുന്നത്, അതാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ കിടക്കുന്നതാണ് ഈ ഒരു സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക് ഒഴികെ മറ്റെല്ലാ സമുദ്രങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഈ സമുദ്രത്തിന്റെ വലുപ്പത്തിൽ 4ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, ആർട്ടിക് ഒഴികെ ബാക്കിയുള്ള എല്ലാതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. എന്ത്, ഈ പറയുന്ന രീതിയിൽ അന്റാർട്ടിക് ഓഷ്യൻ, ഡോൾ, ഹേഡ് എന്നിവ സമുദ്രത്തിലെ ചില ദ്വീപുകളാണ്. അപ്പൊ അന്റാർട്ടിക് ഓഷ്യനിലും ദ്വീപൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ ഉണ്ട്. ഓക്കെ, സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. സോ ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓർ ദ പോർഷൻ ഇൻ എന്താണ് നമ്മുടെ സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം എന്ന് പറയുന്നത് ഏതാണ്, അത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഗർത്തമാണ്. ഇനി നെക്സ്റ്റ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം ഭൂരിഭാഗവും ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ട്, ഇപ്പൊ ഇവിടെ കണ്ട പോലെ ഇതാണ് ആർട്ടിക്, ഈ ആർട്ടിക് വൃത്തത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഓഷ്യനാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരധ്രുവം, നമ്മുടെ ഗ്ലോബ് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ നോർത്ത് പോളിലാണ് എന്ത്,
ആ ഒരു ഉത്തര ധ്രുവം ഉള്ളത് ഈ പറയുന്ന ആർട്ടിക് സമുദ്രത്തിലാണ്. ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായ സമുദ്രമാണിത്. അപ്പൊ അത്ര ചെറുതുമാണ്, ഇതിന് അത്ര ഡെപ്തും ഇല്ല. വർഷത്തിൽ ഭൂരിഭാഗം ഇവിടെ മഞ്ഞുറഞ്ഞ അവസ്ഥയിലാണ്. ഓക്കെ, മൊല്ലോയ് ഗർത്തമാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഏതാണ്? മൊല്ലോയ് ഗർത്തം. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുടെ വടക്കേ അതിർത്തി കൂടിയാണ് ആർട്ടിക് സമുദ്രം. ഓക്കെ, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ആർട്ടിക് സമുദ്രം ഇവിടെ കിടക്കുന്നത്. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, കണ്ടല്ലോ. ഇതൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്നതാണ് എന്ത് ഈ പറയുന്ന രീതിയിലുള്ള ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ആർട്ടിക് സമുദ്രത്തില് ഇവിടെ പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇവിടെയും കുറെ ന്യൂമറസ് ആയിട്ടുള്ള ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക് ഓഷ്യനിൽ പറയാൻ പറ്റുന്ന ഒരു ഐലൻഡാണ്. അതൊന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. കാരണം നെക്സ്റ്റ് പറയുന്ന ടേബിളിൽ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ആർട്ടിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളിൽ ഒരു വെട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ടേബിള് ഈ പറഞ്ഞ നമ്മൾ കണ്ട ഡാറ്റ വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇല്ലാന്ന് വിചാരിക്കരുത്, ആർട്ടിക് ഓഷ്യനിലും ദ്വീപുകളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ഉള്ള ഈ ഒരു പോർഷനിൽ നോക്കാനുള്ളത് ഈ ഒരു പാഠഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓഷ്യാനിക് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, ഓഷ്യാനിക് മൂവ്മെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. എന്താണ് വേവ്സ്, എന്താണ് ടൈഡ്സ്, എന്താണ് കറൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടൈഡ്സിൽ തന്നെ എങ്ങനെയാണ് ടൈഡ്സിന്റെ ഫോർമേഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞ് ഇതാക്കാൻ സാധിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡാറ്റ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് ആയിട്ട് ഇത്രയും നമ്മൾ ഓഷ്യൻസിനെ കുറിച്ച് കണ്ടു. നമ്മൾ സ്ട്രെയിറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു അല്ലെ. ഞാൻ സ്ട്രെയിറ്റുകൾ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇക്കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് സ്ട്രെയിറ്റിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രെയിറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന്, നേരത്തെ കണ്ട സ്ട്രെയിറ്റ് ഓഫ് മലാക്ക, അത് ഞാൻ ഇനി പറയുന്നില്ല. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഹോർമൂസ് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഇത് കണക്ട് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനെയുമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, ഗൾഫ് ഓഫ് ഒമാനെയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെയിറ്റ് ഓഫ് ഗിബ്രാൾട്ടർ കടലിടുക്ക്. ഇത് കണക്ട് ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീനെയുമാണ്. വേറൊരെണ്ണമാണ് ബെറിങ് സ്ട്രെയിറ്റ്. ഇതാണ് കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് ചോദിച്ചത്, അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ചോദിക്കും. ഇത് കണക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഓഷ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കും അതുപോലെ തന്നെ പസഫിക്കുമാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ 2 കരഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിൽ നമുക്ക് റഷ്യനെയും അലാസ്കയെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് ബെറിങ് സ്ട്രെയിറ്റ്. അത് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരെണ്ണമാണ് മഗല്ലൻ സ്ട്രെയിറ്റ്. ഒന്ന് മനസ്സിലാക്കുക, മഗല്ലൻ സ്ട്രെയിറ്റ് ഇറ്റ് ഇസ് എ നാച്ചുറൽ പാസേജ് ഓക്കെ ബിറ്റ്വീൻ അറ്റ്ലാന്റിക് ആൻഡ് പസഫിക് ഓഷ്യൻ. ഈ 2 ഓഷ്യൻസിനെ കണക്ട് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ഓഫ് മഗല്ലൻ. അപ്പോൾ ഇപ്പോൾ കണ്ടതല്ല, എല്ലാം എന്താണ് നാച്ചുറൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഇനി മാൻമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കനാൽസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റുകൾ ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുവേസ് കനാൽ ഇത് ഈജിപ്തിലാണ്. എന്തിനെ കണക്ട് ചെയ്യുന്നു? ഇത് മെഡിറ്ററേനിയൻ സീനെയും അതുപോലെ തന്നെ റെഡ് സീനെയും കണക്ട് ചെയ്യുന്നു. എന്താണ്? ആഫ്രിക്കനെ ചുറ്റാനുള്ള ആ ലോങ് ജേർണി, ആഫ്രിക്ക ചുറ്റി വരിക എന്നുള്ള ആ ലോങ് ജേർണി കുറയ്ക്കാനാണ് ഈ 2 സീനെയും കണക്ട് ചെയ്യുന്ന സൂയസ് കനാൽ ബിൽഡ് ചെയ്തത്. സോ ഇത് ആർട്ടിഫിഷ്യൽ സ്ട്രെയിറ്റ് ആണ്. ഒന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു സ്ട്രെയിറ്റ് പനാമ കനാൽ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് അറ്റ്ലാന്റിക്കിനെയും ആൻഡ് പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നതാണ്. അറ്റ്ലാന്റിക്കിനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് പനാമ കനാൽ ഇസ് ആക്ച്വലി അക്രോസ് ദി ഇസ്ത്മസ് ഓഫ് പനാമ, അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തത് നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേതു സമുദ്രം. അതേതാണ്? അത് ഇന്ത്യയെയും ശ്രീലങ്കയെയും കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലോ. ഇന്ത്യനെയും ശ്രീലങ്കനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ പാക് സ്ട്രെയിറ്റിനെയും അതുപോലെ ഗൾഫ് ഓഫ് മാന്നാറിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നതെങ്കിലും ഇത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഓൺ ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
അതിലൊരു സംഭവമുണ്ട്. ഇത് രണ്ടും ഓൾറെഡി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രപ്പോസ്ഡ് ആണ്, ഓൺഗോയിങ് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഉള്ളതാണ്. ഇത് മാൻമെയ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റുകൾ അല്ലെങ്കിൽ കനാലുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇതൊക്കെ. ഇങ്ങനെ എക്സ്ട്രാ ഫാക്ട്സ് നിങ്ങളിപ്പോൾ ഈ ഒരു പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഒക്കെ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മൾ മറക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ECRT ക്ലാസ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് വൈസിൽ 5 തൊട്ട് 10 വരെയുള്ള SCRT ക്ലാസ്സുകൾ എടുക്കാം. എക്സ്ട്രാസും എക്സ്ട്രാ ഫാക്ട്സും വേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയതും ഒക്കെ പറഞ്ഞ് അത് PYQs ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ടൈമുണ്ട് അല്ലെ? ഒരു 6 മാസക്കാലം നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച ഇതുപോലെ സർഫസ് ലെവലിലും ഇൻഡെപ്ത് ലെവലിലും വേണ്ട കാര്യങ്ങൾ നമ്മൾ SCRT പാഠഭാഗത്തിൻ്റെ ഒപ്പം പഠിച്ചു പോയാൽ നമ്മൾ മറക്കില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ